बड़े की ट्रेन से 3 बार। ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫാണ്. രാവിലത്തെ ക്ലീനിങ്ങും ഉച്ചക്കത്തെ കുക്കിങ്ങും ഒക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ സെൽഫി സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എവിടെ ഫിറ്റ് ചെയ്താലും അതിൽ നിന്ന് ഇളകിയിട്ട് വരുന്നു. പിന്നെ ഞാൻ പേടിച്ചിട്ടാണ് അധികം വീഡിയോ എടുക്കാത്തത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഇളകിയിട്ട് താഴെ വീഴും ഫോണ്. നമുക്ക് എന്തായാലും ഫോൺ സംരക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് വീഡിയോ അധികം എടുക്കാതിരിക്കുന്നത്. ഇന്ന് പിന്നെ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എങ്ങനെയൊക്കെയോ എടുത്തത്. പുതിയ സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. സൺഡേ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് കിട്ടിയാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. അതുവരെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഞാൻ ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഇടാറേ ഇല്ല. കാരണം എല്ലാം കൂടി എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് ഈ സെൽഫി സ്റ്റിക്ക് പൊളിഞ്ഞത് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേടിയാണ് ഇത് വീഴുമോ അതവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വീഴുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് വീഡിയോ എടുക്കുന്നത് തന്നെ കുറഞ്ഞു പോയി. ഇന്ന് രാവിലെ എല്ലാവരും സ്കൂളിൽ പോയ ശേഷം ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പതിവ് പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഒത്തിരി തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇത് രാവിലെ മിന്നൂട്ടിക്ക് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് തപ്പിയതാണ്. മൊത്തം ഞാൻ വാരിയിട്ടു. കാരണം അത് എവിടെ തപ്പിയിട്ടും അത് കാണുന്നില്ല. ലാസ്റ്റ് കിട്ടിയിട്ടോ, പക്ഷെ തപ്പി എല്ലാ തുണിയും താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കണം ഇതൊന്ന് മടക്കി വെക്കണമെന്ന്. കുറേ നാളായി ഇത് മടക്കി വെച്ചിട്ട്. അപ്പോൾ എല്ലാം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ എൻ്റെ തട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നേരാക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിന്നൂട്ടിയിരുത് മടക്കാനുള്ള സമയം അന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം തോന്നുന്നത്. അതുകൊണ്ടാണ് രാവിലെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇത്രയും തുണി ഞാൻ വലിച്ച് താഴെ ഇട്ടത്. അതിനിടയിൽ പൂജയുടെ ഒരു ടീഷർട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെക്കണ സമയത്താണ് നമ്മൾ കുറച്ച് നാളായിട്ട് കാണാത്ത സാധനങ്ങളൊക്കെ കാണുന്നത്. കുറച്ച് നാളായിട്ട് കാണാതായ കുറച്ച് പാൻറ്റും ടീഷർട്ടും ഒക്കെ മിന്നൂട്ടിയുടെ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ മിന്നൂട്ടിയുടെ സ്കേർട്ട്, അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. കുട്ടിയുടുപ്പ് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതുപോലെ തന്നെ സ്കേർട്ട് പ്രത്യേക ഒരു സ്റ്റൈലാണ്. ഇതൊക്കെ മിന്നൂട്ടിക്ക് 1 വയസ്സിൽ കിട്ടിയ സ്കേർട്ടാണ് കേട്ടോ, റെഡൊക്കെ. അതിൻ്റെ ചന്തമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്കേർട്ടും ഡ്രസ്സൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി കുറച്ച് നേരം ആസ്വദിച്ച ശേഷമാണ് പിന്നെ അതൊക്കെ മടക്കി വെച്ചേട്ടോ. നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി സ്കേർട്ട് കിട്ടി. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് സ്കേർട്ട് മേടിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം അധികം ഫ്രോക്കാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ മിന്നൂട്ടിയുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് താഴെ നമ്മുടെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പൊക്കെ വരാനായിട്ടോ. അപ്പം നമ്മുടെ കോട്ടൊക്കെ അവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കിയതാണ്. അന്ന് കഴുകി വെച്ചതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് പൂപ്പലൊക്കെ പിടിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് കഴുകിയിട്ടൊക്കെ വെക്കണം. കാരണം തണുപ്പൊക്കെ വരാറായി. കഴിഞ്ഞ നമ്മൾ ഒക്ടോബറിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നവംബറിലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പ്. അപ്പോൾ ഇത് തണുപ്പൊക്കെ വരാറാകുമ്പോൾ നമ്മുടെ കോട്ടൊക്കെ അത്യാവശ്യമായ സാധനമാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. ഇപ്പം ഞാൻ എടുത്തിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണി നമ്മുടെ ഇന്നലെ അലക്കിയ തുണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കിയിട്ട് പെട്ടിയിൽ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ അവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബെഡും ബെഡ്ഷീറ്റും ഒക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്ന് അടിക്കാം നമുക്ക്. ഇന്ന് വലിയ കച്ചറയൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ ഇവിടെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെൽഫിൻ്റെ അടപ്പിൻ്റെ കാര്യത്തിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തീരുമാനമായിട്ടില്ല. പക്ഷേ അന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡോറ് ശരിയാക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോറെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും ശരിയാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. വന്നാൽ പെട്ടെന്നാവും, വരാനാണ് പാടെന്ന് പറയുന്നില്ല. അതുപോലെ ഒരു ദിവസം വന്നിട്ട് മുങ്ങിയവർ പിന്നെ ഇന്ന് ഉച്ചക്കാണ് പൊങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ എടുത്തെന്ന് ഉച്ചക്കാണ് പൊങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ശരിയാക്കിയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് മനസ്സമാധാനമായി. കാരണം ഇത് നമ്മൾ തുണി മടക്കി വെക്കുന്ന ഷെൽഫൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടിട്ട് കാണാനൊരു ഭംഗിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഒരു റൂം അടിച്ചിട്ട് ഹാളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത റൂമിൽ ഫസ്റ്റ് നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് ശരിയാക്കി എടുക്കാം.
ബെഡ്ഷീറ്റ് ആണെങ്കിൽ അന്ന് വിരിച്ച ശേഷം ഒരു പ്രാവശ്യം അലക്കിയിട്ടോ. അലക്കിയിട്ട് ഇന്നലെയാണ് ഞാൻ വീണ്ടും വിരിച്ചത്. ഇത് പെട്ടെന്ന് അലക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അലക്കിയേ പറ്റത്തുള്ളൂ. ഇതിന് വെള്ള ആയതുകൊണ്ടേ കുട്ടികൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്നതുകൊണ്ട് എന്ത് പൊടി പറ്റിയാലും അറിയും. അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റ് ഒന്ന് ആദ്യം ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാമഗ്രികളായ തലയണയും ഒക്കെ അതിനകത്തോട്ട് നേരെ എടുത്ത് വെച്ചിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ബെഡ്ഷീറ്റിൽ പെട്ടെന്ന് മണ്ണൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ ചിന്തിക്കണം, അയ്യോ വൈറ്റ് വേണ്ടായിരുന്നു എന്ന്. ചന്തം കണ്ടിട്ട് വാങ്ങിപ്പോയും ചെയ്തു. ഇനി എന്തിപ്പോൾ ചെയ്യാനാണ്? ഇനിയിപ്പോൾ വൃത്തിയാക്കലേ വഴിയുള്ളൂ. ഞാനല്ലേ വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ആരോടും പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മടക്കി തലയാണിയൊക്കെ സെറ്റാക്കി വെച്ച ശേഷം നമ്മുടെ പുതപ്പ് ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ ബെഡ്ഷീറ്റാണ്. ഞാൻ പുതിയത് കിട്ടുമ്പോൾ പഴയതിനെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ അതെടുത്ത് പുതച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ എടുത്ത് മടക്കി വെച്ചു. മിന്നൂട്ടിയാണെങ്കിൽ എനിക്ക് പുതപ്പ് തന്നില്ല. അപ്പം ഞാൻ അതെടുത്ത് പുതച്ചു. ഇന്നലെ ഫാൻ ഇട്ടപ്പോൾ ചെറിയ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പുതപ്പ് വേണം തോന്നി. പുതക്കുന്ന എൻ്റെ ഒരു വീക്ക്നെസ്സൊന്നുമല്ല. എനിക്ക് പുതപ്പത്തെ അത്യാവശ്യമൊന്നുമില്ല കേട്ടോ. ഇന്നലെ എന്തോ തണുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ അതെടുത്ത് പുതച്ചു. പുതിയത് കിട്ടുന്ന സമയത്ത് നീ എന്നെ മറന്നില്ലല്ലോ എന്ന് അത് വിചാരിച്ച് കാണും. അതുകൊണ്ട് അതിന് സന്തോഷമായി. നമ്മുടെ തണുപ്പ് ഒന്ന് മാറിക്കിട്ടി. അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് നമ്മൾ കട്ടിലൊന്ന് വൃത്തിയാക്കി. പിന്നെ ലാപ്ടോപ്പ് വെക്കുന്ന ടേബിള് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേത്ത പെൻസിലിൻ്റെ മൊനയൊക്കെ കൂട്ടിയിട്ട് മൊത്തം പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ പുസ്തകമാണെങ്കിൽ മൊത്തം വാരി വലിച്ചിട്ടിട്ടാണ് മുന്നോട്ട് രാവിലെ പോയത്. ഞാൻ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പിന്നെ കളർ പെൻസിൽ കൊണ്ടാണ് കളി. അത് മൊത്തമായിട്ട് പുസ്തകത്തിൽ ഇങ്ങനെ വരച്ച് കളർ കൊടുക്കുന്നതാണ്. പിന്നെ കയ്യിലോ കാക്കോ മൊത്തം എല്ലായിടത്തും ആക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരെ എടുത്തു വെച്ച് ശരിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് അടിച്ചിട്ട് ഒന്ന് ഹാളിലോട്ടിടാം. ഒത്തിരി പൊടി ഉണ്ടായിരുന്നു. ഒന്നാമത് അധികം ഉള്ളത് ഈ പെൻസിലിൻ്റെ മൊന കൂട്ടിയിട്ട് മൊത്തം അവിടെ ചാടിയിട്ടുണ്ടായിരുന്നു. അത് ആ കട്ടിലിൻ്റെ മീത്തേ നിന്നൊക്കെ താഴെ തട്ടിയിട്ടപ്പോൾ മൊത്തമായിട്ട് ഒത്തിരി കിടക്കണത് പോലെ എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ അത് അടിച്ചിട്ട് നേരെ ഹാളിലോട്ടാക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഹാളിലോട്ടാക്കിയിട്ട് നമുക്ക് ബാൽക്കണി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ബാൽക്കണിയും കൂടി അടിച്ചിട്ട് നമുക്കത് വാരിയിട്ട് വേസ്റ്റിലിടാം. അപ്പം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മുടെ ബോർഡ് നേരെ തലതിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നേരാക്കി. അതിൻ്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് ചോക്ക് കൊണ്ട് എഴുതാം. അങ്ങനെ നമ്മുടെ മാർക്കർ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് തിരിച്ചിട്ടിട്ട് എഴുതിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഞാനത് നേരാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറൊക്കെ വാങ്ങിയിട്ട് അവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ചോക്കും തീർന്നു. ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഒരു വല്ലാത്ത പൊടി ഇങ്ങനെ പാറുന്നു, അതിൻ്റെ വൈറ്റ് പൊടി. അത് പെട്ടെന്ന് തുമ്മലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോക്കൊക്കെ എടുത്തിട്ട് വേസ്റ്റിലിട്ട് കളഞ്ഞു. ഇനി മാർക്കർ വാങ്ങിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. മാർക്കറിൻ്റെ മഷി പെട്ടെന്ന് തീരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചിട്ട് ഹാളിലോട്ടാക്കിയ ശേഷം നമ്മുടെ പൂജാമുറി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിലാണ് രാവിലെ ചായ കുടിച്ച പാത്രവും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ദോശയും ചൂടാം. ഞാൻ ചായ കുടിച്ചിട്ടില്ല. പണിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ വെച്ചു പെട്ടെന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നീർദോശ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ദോശ ചുട്ടിട്ടുമായി പാത്രം കഴുകിയാണിക്കായി എന്ന് വിചാരിച്ച് പാത്രവും കഴുകുന്നുണ്ട്. നമ്മുടെ ചട്ടി ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ തഴുവി കൊടുത്ത് നമ്മുടെ അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. നീർദോശയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നീർദോശ ഉണ്ടാക്കാൻ അറിയാത്തവരോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഒരു ദോശ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് പെട്ടെന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ദോശ വാങ്ങുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ധൃതി കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ദോശ ചെറുങ്ങനൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒത്തിരി കാഞ്ഞിട്ടുമില്ല കേട്ടോ. ഇത്തിരി കാഞ്ഞ ശേഷമാണ് ഈ ദോശ കഴിക്കാൻ ടേസ്റ്റായിട്ട് തോന്നണത്. കുറച്ച് കായ്ച്ചിട്ട് കുറച്ച് കട്ടിയും ഇത്തിരി സോഫ്റ്റും ഒക്കെയാണ് ഈ ദോശ. ചോറിട്ടാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ചോറൊക്കെ ഇട്ടിട്ട് നീർദോശ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് വയസ്സായവർക്കോ അല്ല ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് അങ്ങനെയൊക്കെ ചുട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും തന്നെ ഒരുപാട് ചോറിട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ദോശ കഴിക്കാൻ ഇഷ്ടമില്ല. അതൊന്നാമത് ഒത്തിരി ഇങ്ങനെ സോഫ്റ്റായി പോകുന്നുണ്ട് ചോറിടുന്ന സമയത്ത്. നമ്മൾ ഈ തേങ്ങയും അരിയും മാത്രം അരച്ചെടുക്കുന്ന സമയത്ത്
കുറച്ച് ഹാർഡും മുരുമുര എന്നുള്ള ആ ഒരു ഇതില്ലേ അങ്ങനെയാണ് ഇത് കിട്ടണത്. അപ്പോൾ അത് ഒത്തിരി ഒരു ടേസ്റ്റ് ഇല്ലതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ചൂടോടെ കൂടി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ചുട്ട് വെച്ചിട്ട് ഒത്തിരി നേരം കഴിയുമ്പോൾ കഴിക്കുമ്പോൾ അതിനെനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. ചൂടോടെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിവരാത്ത പോലെ തോന്നും. അതുപോലെ ഏത് കറിയുടെ കൂടെയും ഇത് കഴിക്കാം കേട്ടോ. ചമ്മന്തി ആയാലും ഒന്നുമില്ല, ചിക്കൻ കറി ആയാലും ഒന്നുമില്ല, സാമ്പാർ ആയാലും ഒന്നുമില്ല, ഏത് കറിയുടെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ ഇന്ന് സാമ്പാറാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നീർദോശേൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ പാത്രമൊക്കെ ഒരുവിധമൊക്കെ കഴുകിയിട്ടായിട്ടോ. അപ്പോൾ ഇനി കുറച്ച് പാത്രം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാൻ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ലേറ്റായും ചെയ്തു. 9:30 എന്തോ കഴിഞ്ഞു. അപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ദോശ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാമെന്ന്. വിശപ്പ് മൂത്തിട്ടാണോ എന്നറിയില്ല, ധൃതി പിടിച്ച് ദോശ വാങ്ങുന്നതുകൊണ്ട് ഓരോരോ ദോശ പൊട്ടിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടുന്ന നീർദോശയായിരുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര വെപ്രാളായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ 4 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ അതിലേക്ക് തന്നെ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കാൻ പോവാണ്. വേറെ പാത്രത്തിലോട്ടാക്കിയാലും ഞാൻ തന്നെയല്ലേ കഴുകണ്ടേ. അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും നമ്മുടെ വയറ്റിലേക്ക് ഒന്നിച്ചല്ലേ ഇത് പോണത്, അതുകൊണ്ട് അതിനകത്തോട്ട് തന്നെ ഒഴിച്ചു. പിന്നെ ഇവിടെ ചായ ഉണ്ടായിരുന്നു കുറച്ച്, ബാക്കിയൊക്കെ ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള ചായ ഞാൻ കപ്പിലേക്ക് ഒഴിച്ചു വെച്ചു. പിന്നെ നമ്മളെ കുടിക്കുന്ന വെള്ളം ഞാൻ രാവിലെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയപ്പോഴും ഞാനും കുടിച്ചിട്ട് അത് തീർന്നു പോയി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ചൂടായിക്കോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നിട്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അപ്പം നല്ലൊരു സിനിമ വെറുതെ ടി വി വെച്ചതാണ്, ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുംബ്ലങ്ങ നൈറ്റ്സിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഫഹദ് ഫാസിലിൻ്റെ സിനിമയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഫുള്ള് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. എപ്പോൾ നോക്കിയാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഇന്നും ഞാൻ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ചായ കുടിക്കുന്ന സമയത്ത് കുറച്ചിരുന്ന് കണ്ടു. പിന്നെ ഞാൻ പോയി വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഇരിക്കാനുള്ള ടൈമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നമ്മളിതാ ദോശയൊക്കെ കഴിച്ച് നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം അല്ലേ. അങ്ങനെ പാത്രമൊക്കെ ഇതാ വാഷ് ബേസിലിട്ടു. കുറച്ച് പാത്രം ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി കഴുകണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് നമ്മുടെ തട്ടൊക്കെ ഒന്ന് തുടക്കാൻ പോവാണ്. പിന്നെ ഗ്യാസ് സ്റ്റൗവിൽ ഇന്നും ചായ മറിഞ്ഞു. ഇതിപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, സിമ്മാക്കി വെച്ചാലും പെട്ടെന്ന് മറിയുന്നേ. കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മറിഞ്ഞു പോകുന്നത്. പിന്നെ ആണെങ്കിൽ അതൊക്കെ തുടച്ചൊന്നും കളയാനുള്ള സമയം ഇപ്പോൾ ഞാൻ എടുക്കാറില്ല. ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു എണീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല. രാവിലത്തെ പണിയിൽ അതൊക്കെ തുടക്കാൻ പോയാൽ ഇവരൊന്നും പറഞ്ഞു വിടൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഇത് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ചെയ്തിട്ടേ ഇല്ല അതൊന്നും. ഇപ്പോഴാണ് തേച്ച് വൃത്തിയാക്കിയത്. പിന്നെ രാവിലെ വെച്ച സാമ്പാർ കുറച്ച് ഉണ്ടായിരുന്നു. വലിയ നന്നൊന്നും ആയില്ല കേട്ടോ ഒന്ന് സാമ്പാർ വെച്ചത്. ഓരോരോ ദിവസം ലക്കി എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ സാമ്പാർ. ഓരോ ദിവസം നല്ല ടേസ്റ്റ് ആയിരിക്കും, ഓരോ ദിവസം ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഒരു ദിവസം ഹസ്ബൻഡ് പറയും എന്താ ഇത് പച്ചക്കറി ഇട്ടൊരു കറി, സാമ്പാറൊന്നും ഇതിനെ പറയല്ലേ എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും ആവട്ടെ. പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവർ നല്ല വൃത്തിക്ക് കഴിക്കും. അങ്ങനെ അതൊക്കെ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓഫ് ചെയ്ത് അതും മാറ്റി വെച്ചു. പാത്രമെല്ലാം കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ കിച്ചൺ തട്ടൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ താഴെയൊക്കെ ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇത്ര പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റും കൊണ്ട് കൊടുത്തു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് എൻ്റെ സെൽഫി സ്റ്റിക്ക് പൊളിഞ്ഞത്. ഞാൻ വെച്ചെടുത്തുനിന്ന് താഴെ വീണുപോയി. കാരണം അതിൻ്റെ കാല് ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ അത് സെറ്റായിട്ടില്ല. അങ്ങനെ അത് പെട്ടെന്ന് താഴെ വീണ് അത് ഒരു സൈഡിൽ നിന്ന് മൊത്തമായിട്ടങ്ങ് പൊട്ടിപ്പോയി. ഇപ്പോൾ കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന് മുമ്പിട്ട നീർദോശ ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. പക്ഷേ ഇട്ടത് അത് ഫസ്റ്റാണ്. ഇതിപ്പോൾ സെക്കൻഡ് ആയിപ്പോയി എന്നേ ഉള്ളൂ. ഇതാണെങ്കിൽ വീഡിയോ ഒത്തിരി ലോങ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരാൻ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പതുക്കെ ചെയ്യാമെന്ന്. അത് കുറച്ച് കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് അത് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടു കേട്ടോ. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് വാരിയിട്ട് വേസ്റ്റ് കൊണ്ടിട്ടു. പിന്നെ തുടക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ കാരണം ഞാനിവിടെ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കിവിടെ തുടച്ചിട്ട് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കാമെന്നൊക്കെ വിചാരിച്ചു. വീഡിയോ എടുക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടമാണ്. അങ്ങനെ നമ്മളെ ഹാളിൽ നിന്നാണ് ഫസ്റ്റ് തുടക്കാൻ തുടങ്ങിയിട്ടുള്ളത്.
അപ്പോൾ ഞാൻ മുക്കിയിട്ടൊന്ന് ജസ്റ്റ് തുടക്കുന്നില്ല. ദിവസം തുടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ മണ്ണോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ നമ്മൾ തുടക്കുമ്പോൾ ഇല്ല പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് കാലൊക്കെ വെക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് കാക്കൊക്കെ ഇങ്ങനെ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദിവസം തുടച്ചാൽ നല്ലതല്ലേ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഒന്ന് മരുന്നൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ചു കൊടുക്കണത്. അങ്ങനെ നമ്മൾ ഹാളൊക്കെ തുടച്ച് നേരെ കിച്ചണിലൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ 2 റൂമും കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്കാണ് പോയത്. ചോറ് വെക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ പച്ചരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചരിയൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഈ ഉപ്പിടുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. ഇതിങ്ങനെ പറ്റി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചരി ആകുമ്പോൾ കുറച്ച് പറ്റി കിടക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ബീട്രൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഒരു പാൻ വെച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറ്റൽമുളക് ഒന്ന് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. പിന്നെ മിന്നൂട്ടീനെ വിളിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിന്നൂട്ടീനെയൊക്കെ വിളിച്ചു വന്നിട്ടാണ് ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡാണെങ്കിൽ ഉണക്ക മീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മുട്ടയാണ് പൊരിച്ചെടുത്തത്. അങ്ങനെ ഞാൻ മുട്ടയും ബീട്രൂട്ട് ഉപ്പേരിയും സാമ്പാറും ഒക്കെ കൂടിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അപ്പോഴും TV നോക്കിക്കൊണ്ടാണ് ഈ കഴിക്കുന്നത്. എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നീർദോശേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. മറക്കാതെ എല്ലാവരും പോയി കണ്ടിട്ട് ട്രൈ ചെയ്യണേ. ബൈ.